യേശുക്രിസ്തു നാമത്തിൽ ദൈവത്തെ അറിയിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് ഒരു നാം ദൈവത്തിന്റെ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന, ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ. അതിനാണല്ലോ ഏറ്റവും അധികമായിട്ട് നമുക്ക് ദൈവത്തെ ധ്യാനിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ഹിതങ്ങളെ നിറവേറ്റുവാനല്ല, ദൈവത്തിന്റെ ഹിതം നമ്മളിൽ നിറവേറുവാനും നമുക്കിഷ്ടമുള്ള വഴിയെ ജീവിക്കാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ ജീവിക്കുവാനും നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ദൈവത്തിന്റെ ധ്യാനം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ, നമ്മൾക്ക് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് തിരുവചനത്തിന്റെ മുമ്പാകെ നമ്മളെ സമർപ്പിക്കാനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും ഫോക്കസ്ഡ് ആക്കുവാനും ലക്ഷ്യത്തോടുകൂടെ തന്നെ നീങ്ങുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ. നമ്മൾ പല ചിന്തകളാൽ നമ്മുടെ മനസ്സ് സ്കാറ്റേഡ് ആയിരിക്കും. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നവരെ, വീട്ടിലെ ഉത്തരവാദിത്തം കഴിഞ്ഞ് വന്നിരിക്കുന്നവരെ, പല കാര്യങ്ങളിൽ തിരക്ക് പിടിച്ച് ഓടിയെത്തുന്നവരെ, മനസ്സ് പലയിടത്തും പതറി നിൽക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളോടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു. വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ തിരക്കേറിയ ജീവിതത്തിൽ ദൈവം നമുക്ക് ചില ദിനങ്ങൾ വേറിട്ട് ഇരുന്ന് കൂട്ടായ്മ ആചരിപ്പാനും ദൈവത്തിൽ ശാന്തമായി ഒന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പാനും അതേപോലെ തന്നെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും തരുന്ന ഈ നിമിഷങ്ങൾ അത് വൃഥാവായി പോകാൻ ഒരിക്കലും ഇടവരരുത്. ബാക്കി എല്ലാ തിരക്കുകളും ദൈവം നമ്മളെ പരിഗണിച്ചല്ലോ. നമ്മൾ ഓടിയ ഓട്ടങ്ങളും നമ്മൾ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് സഫലമാക്കിയതും, ആരോഗ്യ ദൈവം നമുക്ക് തന്നതും, നടക്കാൻ ബലം തന്നതും, ചിന്തിപ്പാൻ ബുദ്ധി തന്നതും, സംസാരിപ്പാൻ നാവിനെ ചലിപ്പിച്ചതും, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം സഫലമാക്കി ഈ ഒരു പകൽ മുഴുവനും നമ്മളെ നടത്തിയിട്ട് ഒരല്പസമയം നമ്മൾ ദൈവത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ചിന്ത സ്കാറ്ററായി പോകാതെ നമ്മൾ ഇത്രയും നേരവും ഇത്രയും മണിക്കൂറുകൾ നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടവരാ. എന്നാൽ ഈ ചില മണിക്കൂറുകൾ ദൈവത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം ഒരേ കാര്യത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അത് ഏറ്റവും അനുഗ്രഹമായി തീരും. അത് നമ്മളെ കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കാരണമായി തീരും. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ഒരു സംശയമില്ല. കാരണം അതുകൊണ്ടാണ് കർത്താവ് മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ വന്നപ്പോൾ കർത്താവ് അത് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന മാർത്ത വെൽക്കം ജീസസ് എന്ന. മാർത്തയാണ് യേശുവിന്റെ ഭവനത്തിലേക്ക് എതിരേറ്റത്, കൈക്കൊണ്ടത്, സ്വാഗതം ചെയ്തത്. പക്ഷേ ഒരാൾ യേശുവിനെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെങ്കിലും അതുകൊണ്ട് അത് പ്രയോജനപ്പെടത്തില്ല. പിന്നെയോ എതിരേൽക്കുവാൻ കാണിക്കുന്ന അതേ ഉത്സാഹം അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ പറയുന്നത് കേൾക്കാനും ഉണ്ടാവുമ്പോഴാണ് ആ എതിരേറ്റതിന്റെ ഗുണം ഉണ്ടാകുന്നത്. ഞാൻ എതിരേറ്റു എന്നൊരു വൃഥാഭിമാനികളായി നമ്മൾ തീർന്നിട്ട് കാര്യമില്ല. യേശുവിനെ ഞാൻ ചെറുപ്പത്തില് വിശ്വസിച്ചു, ഞാൻ 12-ാം വയസ്സില്, 21-ാം വയസ്സില്, അല്ലെങ്കിൽ ഇത്രാം വയസ്സില് ദൈവം എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ വിശ്വസിച്ചു. മറ്റാർക്കും നല്ല കാര്യമാണ്, യേശുവിനെ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ മാർത്ത വളരെ സന്തോഷത്തോടെ, ബഥാന്യയിൽ വലിയ പ്രതികൂലങ്ങളുണ്ട്. കാരണം ആ ദേശത്ത് യേശുവിനെ ആരെങ്കിലും ഭവനത്തിൽ കൈക്കൊണ്ടാൽ അവരെ കല്ലെറിയണം, അവരെ ഒറ്റപ്പെടുത്തണം. നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ യേശുവിനെ അങ്ങനെ കൈക്കൊള്ളുന്നോ അവരെയൊക്കെ നമുക്ക് ഒറ്റപ്പെടുത്തണം എന്നുള്ള കൂട്ടായ തീരുമാനമുള്ള ഒരു പ്രദേശത്താണ് മാർത്തയും മറിയയും താമസിച്ചത്. പക്ഷെ അവരുടെ ആ കൂട്ടായ തീരുമാനങ്ങൾ ആ ദേശവാസികൾക്കുള്ളപ്പോൾ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനം ഉള്ള വ്യക്തിയായിരുന്നു മാർത്ത. അതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനമുള്ള വ്യക്തിയായിരുന്നു ലാസർ. അതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനമുള്ള വ്യക്തിയായിരുന്നു മറിയ. അതുകൊണ്ട് അവരുടെ പ്രദേശവാസികൾ, അവരുടെ അയൽവാസികൾ, അവരുടെ അടുത്തുള്ള സഹോദരങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതിന്റെ ആ ആഘാതം ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ യേശുവിനെ അവർ തങ്ങളിലേക്ക് സ്വീകരിപ്പാൻ, ഭവനത്തിലേക്ക് സ്വീകരിപ്പാൻ അവർ വളരെ താല്പര്യമുള്ളവരായിരുന്നു. അത് യേശു തീർച്ചയായും വിലമതിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യത്തെ പറയുമ്പോൾ മറ്റൊന്നിനെ നമ്മൾ എന്താ പറയണേ, അധമമായി കണ്ടുകൊണ്ടല്ല നമ്മൾ ഉത്തമമായതൊന്ന് പറയുന്നേ, മറിച്ച് വിലമതിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായത് ഏതാണ്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏതാണ്, ആ റോയിലാണ്, ആ നിരയിലാണ് ദൈവത്തിന്റെ ചിന്തകൾ നമ്മളെ ക്രോഡീകരിച്ച് നിർത്തുന്നത്. അല്ലെ, ഒരു കാര്യം പറയുമ്പോൾ മറ്റൊന്നിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, പിന്നെയോ
ഓരോന്നിനും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടതിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതം, അതായത് ക്രിസ്തീയ ജീവിതത്തിന് ധന്യത ഉണ്ടാകുന്നത്, ശ്രേഷ്ഠത ഉണ്ടാകുന്നത് നമ്മൾ വെക്കുന്ന ഒരു നിരയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല, ദൈവം വെച്ചിരിക്കുന്ന പരിഗണനയിലും ആ ദൈവം വെച്ചിരിക്കുന്ന മുൻഗണനയിലും നാം ജീവിതത്തെ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓട്ടവും അധ്വാനവും പ്രയോജനമുള്ളതായി തീരുന്നത്, പ്രതിഫല അർഹമായി തീരുന്നത്. അല്ലെങ്കിൽ എവിടൊക്കെയോ ഓടി, എന്തൊക്കെയോ ഓടി, ട്രാക്ക് തെറ്റി ഓടി, കൂട്ടയോട്ടം ഓടിയ പോലെ എന്തൊക്കെയോ ആക്കി കൂട്ടുന്ന പോലെ ആയിപ്പോവും. പക്ഷെ കൃത്യമായ ട്രാക്കിലൂടെ, ദൈവം വെച്ചിരിക്കുന്ന ആ ട്രാക്കിലൂടെ തന്നെ ഓടി നമുക്ക് ഈ ഓട്ടം തികച്ച് നമുക്ക് അവനിൽ നിന്ന് കൂലിയും പ്രതിഫലവും മേടിക്കണമെങ്കിൽ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ള ആ ഓർഡർ നമ്മൾ മനസ്സിലാക്കണം. അത് മാർത്തയ്ക്ക് മനസ്സിലായില്ല. മാർത്ത വിചാരിച്ചു യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചാൽ മതി, പിന്നെ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല, പിന്നെ അടുക്കളയിൽ പോയി ഒരു വലിയ വിരുന്നൊരുക്കുന്നതിലാണ് യേശു പ്രസാദിക്കുന്നത് എന്നുള്ള ചിന്ത വന്നു. മറിയയ്ക്ക് വന്ന ചിന്ത എന്ന് ചോദിച്ചാൽ, വീട്ടിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല, അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവനിൽ നിന്ന് പുറപ്പെടുന്ന നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ട് മതി സൽക്കാരം എന്നുള്ള ചിന്തയായിരുന്നു മറിയയ്ക്ക്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആരാണ് ശരി, ആരാണ് തെറ്റ്? നമ്മുടെ ജീവിതത്തിലെ ശരിയും തെറ്റുകളും നമ്മളുടെ മനോവികാരം അനുസരിച്ചും കഴിഞ്ഞ കാല പരിചയം അനുസരിച്ചും നാം വിലയിരുത്താൻ പോയാൽ പലപ്പോഴും അതൊരു വാക്കുതർക്കത്തിലേക്ക് പോകും. പക്ഷെ നമ്മുടെ ശരിയും തെറ്റിനും അകത്ത് കർത്താവിന് നമ്മൾ ഇടപെടുത്തിയാൽ, കർത്താവിന് ഇൻവോൾവ്മെന്റ് കൊടുത്താൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും നമ്മുടെ ഡിസിഷൻ റൈറ്റ് ആണോ റോങ് ആണോ, അല്ലെങ്കിൽ അത് ഫസ്റ്റ് എടുക്കേണ്ട ഡിസിഷൻ ആണോ നമ്മൾ എടുത്തേ, അതോ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം കയറി ഫസ്റ്റ് ചെയ്തോ എന്നുള്ള ജീവിതത്തിന്റെ ഓർഡർ മനസ്സിലാകണമെങ്കിൽ വാസ്തവമായി ക്രിസ്തുയേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഉൾപ്പെടുത്തുമ്പോൾ, അവന് കർത്തൃത്വം നടത്തുവാൻ നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഭവനത്തിൽ യേശു കടന്നു വന്നു. യേശുവിനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തിട്ട് മാർത്തയുടെ മനസ്സെന്താണെന്നറിയാമോ? മാർത്ത പോലും ഇത് അറിഞ്ഞില്ല. തന്റെ മനസ്സിന്റെ നിലവാരം ഇത്ര കൃത്യമായി യേശു വെളിപ്പെടുത്തി മാർത്ത ഒന്ന് ഞെട്ടിപ്പോയി. മാർത്ത ഒരിക്കലും വിചാരിച്ചില്ല യേശു തന്നെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുമെന്ന്. മാർത്ത വിചാരിച്ചത് തന്റെ ആ തീഷ്ണതയ്ക്കാണ് യേശു ശ്രദ്ധ കൊടുക്കുന്നത്, സ്നേഹത്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അവിടെ തീഷ്ണതയുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, ഉത്സാഹമുണ്ടായിരുന്നു. പക്ഷെ ആദ്യം കൊടുക്കേണ്ട സ്ഥാനം ആദ്യം കൊടുക്കാഞ്ഞുകൊണ്ട് യേശു അവളെ ഇങ്ങനെയാണ് അവളെ കുറിച്ച് വിലയിരുത്തിയത്: മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. യു ആർ worried about many things. നിന്റെ ഹൃദയത്തിനകത്ത് പല കാര്യങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. അത് വേണ്ട, അങ്ങനെ വേണ്ട, അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ, ഞാൻ കയറി വരുന്ന ഭവനത്തിൽ, എനിക്കിടം തരുന്ന ഭവനത്തിൽ, അതുവരെ അവർ പല കാര്യത്തെ കുറിച്ച് വിചാരപ്പെട്ടിരിക്കാം. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന ഇനി ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി: അവിടുന്ന് അരുളി ചെയ്താലും ഞാൻ കേട്ടുകൊള്ളാം എന്ന് പറയുന്ന ആ മനോഭാവത്തിലേക്ക് മാർത്ത വരണമെന്നാണ് യേശു ആഗ്രഹിച്ചത്. അത് ചെയ്യുവാൻ അവിടെ ഒരാൾ തയ്യാറായി, മറിയ. അതുകൊണ്ട് മറിയെ നോക്കി പറയുന്നു, മറിയെ നോക്ക്, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ഒന്ന് മതി, ആ ഒറ്റ കാര്യം മതി ഈ 1000 കാര്യങ്ങളുടെ ടെൻഷൻ മാറ്റാൻ, ഈ 1000 കാര്യങ്ങളുടെ വറീസ് മാറ്റാൻ ഈ ഒരു ഒറ്റ ഡിസിഷൻ എടുത്താൽ മതി. ഇരിക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന്, കേൾക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കേട്ടാൽ നമ്മൾ ഉത്കണ്ഠാകുലരായിരിക്കത്തില്ല. നമ്മൾ പല കാര്യങ്ങൾ ചൊല്ലി ആകുലപ്പെടത്തില്ല. ചെയ്യേണ്ട നിരയിൽ ചെയ്യുവാൻ, മുൻഗണനയിലും ദൈവം ആഗ്രഹിക്കുന്ന മുൻഗണനയിൽ ചെയ്യാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ആ തിരുത്തൽ മാർത്തയെ വളരെയധികം മാറ്റിമറിച്ചു. ചെയ്യുന്ന കാര്യങ്ങൾ, നീ ചെയ്യുന്ന കാര്യം വോട്ട്ലെസ് ആണ്, നീ ചെയ്യുന്ന കാര്യം അങ്ങനെയല്ല യേശു പറഞ്ഞേ. നിന്റെ മനോനിലവാരത്തിന് മാറ്റം വരണം. നീ ചെയ്യുന്ന സൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, നീ ചെയ്യുന്ന ഞങ്ങളെ ആദരിക്കാനുള്ള നിന്റെ ഒരുക്കങ്ങളെയല്ല കർത്താവ് ഏതുമില്ലാതെ കണ്ടത്. പിന്നെയോ നിനക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. യേശു കടന്നു വരുമ്പോൾ ആദ്യം കൊടുക്കേണ്ട സ്ഥാനം എന്തിനാണ്, രണ്ടാമത് എന്തിനാണെന്ന് മനസ്സിലാകാത്ത മാർത്തയെ യേശു തിരുത്തി. അവിടെ ശരിയും തെറ്റും വിവേചിക്കപ്പെട്ടു. യേശുവിന്റെ സാന്നിധ്യത്തിൽ ആ സഹോദരിമാർക്കത് അനുഗ്രഹമായി തീർന്നു. ഇന്ന് രാത്രി നാം ദൈവത്തിന് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടും നമ്മുടെ മനസ്സ് പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ അരുളപ്പാടുകളെ, അവന്റെ ശബ്ദത്തെ നാം കേട്ടുകൊണ്ട് അതിന് 1ാം സ്ഥാനം കൊടുത്തിട്ട് നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആകുലപ്പെടാതെ വറിയിടാകാതെ ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനവും സമയമെടുത്ത്
നാം നമ്മുടെ ജോലിക്കോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ കാര്യങ്ങൾക്കോ കൊടുത്താൽ ഓർത്തോ എഴുതി വെച്ചോ അത് നമ്മൾ അനുഭവിച്ചവരാ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് വേണ്ടും വണ്ണം അതേ മനസ്സ് കൊടുക്കാനോ ഉത്കണ്ഠാകുലരായി ആകുലരായി തന്നെ ആയിരിക്കും നാം പലതും ചെയ്യുന്നത്. പക്ഷെ തിരിച്ചും നമുക്കറിയാം, നാം കൊടുക്കേണ്ട സ്ഥാനവും സമയവും കർത്താവിന് കൊടുത്തിട്ട് വളരെ സങ്കീർണമായ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ അത്ഭുതകരമായി അതിന്റെ ഉത്തരവാദിത്തം കർത്താവ് ഏറ്റെടുത്ത് വളരെ അനായാസേന നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്നവരാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ സ്വാഗതം ചെയ്യാൻ മാർത്ത കാണിച്ച അതേ താല്പര്യം, അതേ മാർത്ത അവന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ കാണിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അത് കഴിഞ്ഞു മതി സൽക്കാരങ്ങൾ, അത് കഴിഞ്ഞു മതി വിരുന്നുകൾ, അത് കഴിഞ്ഞു മതി ബാക്കിയെല്ലാം. അങ്ങനെ ചെയ്യുമ്പോഴേ ജീവിതം ക്രമീകരിക്കപ്പെടത്തുള്ളൂ. ക്രിസ്ത്യൻ ലൈഫിന്റെ ഓർഡറിനകത്ത് ഒരു സീക്രട്ട് ഉണ്ട്. അത് യേശു പഠിപ്പിച്ചത് അവരെ. ആ സീക്രട്ട് മനസ്സിലാകാത്ത ആരെ നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾ അവരെ എപ്പോഴും വാച്ച് ചെയ്ത് നോക്കൂ, അവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഉത്കണ്ഠ മാറിപ്പോത്തില്ല. ഒന്ന് കഴിയുമ്പോൾ അവർ ഒന്നിൽ അതെ വറീഡാവും, ഒന്ന് കഴിയുമ്പോൾ ഒന്നിൽ അവർ ഭയങ്കര അതെ അസ്വസ്ഥരാകും. പക്ഷെ ഈ ഓർഡറിൽ ജീവിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. സ്വന്തം ജീവിതത്തെ രണ്ടാമതാക്കിക്കൊണ്ട് യേശുവിന്റെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരുടെ ജീവിതം ശ്രദ്ധിച്ചോളാം. അവരുടെ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായിക്കോട്ടെ അവരുടെ മനസ്സ് സങ്കീർണമാകത്തില്ല. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ യേശു അവർക്ക് മതിയായതായി കൂടെ ഉണ്ടെന്നുള്ള ആ ധൈര്യം അവരെ ഭരിക്കും. അല്ലാതെ ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല ദൈവമക്കളെ, ഇതിനൊരു ഷോർട്ട് കട്ടുമില്ല. എന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല, അത് അവർക്ക് അങ്ങനെ, ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. നിങ്ങൾ അവരുടെ ജീവിതം പഠിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാകും എന്താണ് അതിന്റെ സീക്രട്ട്. നിങ്ങൾ അങ്ങനെയുള്ളവരോട് പോയി ചോദിക്കുക എന്താ നിങ്ങൾ, അപ്പൊ അവർ പറഞ്ഞു തരും. മറിയോട് ചോദിക്കും, മറിയ പറഞ്ഞു തരും, എനിക്കൊരു കാര്യം മനസ്സിലായി, നിത്യജീവന്റെ മൊഴികൾ ഇവന്റെ മക്കളുണ്ട്, ഈ പാദപീഠത്തിൽ ഇരുന്നിട്ട് മതി ബാക്കിയുള്ള കാര്യം. അങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ജീവിതം കണ്ടിട്ട് ഉത്കണ്ഠാകുലരാകുന്ന അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് തെറ്റിദ്ധരിച്ചിട്ടും കാര്യമില്ല. പ്രശ്നങ്ങളോ സങ്കീർണങ്ങളോ അല്ല അവിടുത്തെ വിഷയം, അവരെടുത്ത തീരുമാനമാണ് അവർക്ക് അനുഗ്രഹമായി കണക്കിട്ടത്. ഇന്ന് രാത്രി ദൈവത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ ഏകാഗ്രമാകട്ടെ. അതെ, അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ്. കർത്താവ് ഇത് വാസ്തവമായി ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ദൈവം വ്യക്തമായി തന്റെ വചനത്താൽ നമ്മളെ വഴി നടത്തുവാൻ ദൈവശക്തനാണ്. ആകയാൽ ഇന്ന് രാത്രി നമുക്ക് സ്നേഹപൂർവ്വം അതേ ഹൃദയപൂർവ്വം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച അവന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത് ഓരോരുത്തരും പിൽക്കാലത്ത് ഇടറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആദ്യം ഒതുക്കേണ്ടത് ആരുടെ ജോലിയെന്ന് അറിയില്ല. ആദ്യം കയറി അവരുടെ ജോലിയെ ഒതുക്കും, അവസാനം അവരുടെ ജോലി ഒതുക്കിയാൽ തീരുവോ തീരത്തുമില്ല, സമാധാനം കിട്ടുവോ കിട്ടത്തുമില്ല. പക്ഷെ യേശുവിന്റെ വേലയ്ക്ക് ആദ്യം കൈത്താങ്ങ് കൊടുക്കുമ്പോൾ, കർത്താവിന്റെ കാര്യങ്ങൾക്ക് ആദ്യ സ്ഥാനം കൊടുക്കുമ്പോൾ, അവന്റെ വചനത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുമ്പോൾ, പിന്നെ നമ്മളല്ല വാസ്തവത്തിൽ നമ്മുടെ കാര്യം ക്രമീകരിക്കുന്നത്. നാം കൈകൊണ്ട് ചിലത് അധ്വാനിക്കുന്നേ ഉള്ളൂ, ക്രമീകരണം വരുത്തുന്ന മൊത്തവും ദൈവസന്നിധിയിൽ നിന്നാണ്. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ ഒരു ലൈഫ് നയിക്കണ്ടേ? ആ ജീവിതം നയിച്ചില്ലേ പിന്നെ ഈ ക്രിസ്ത്യ ജീവിതം എങ്ങനെ ആസ്വദിക്കും? എങ്ങനെ ഇതിനകത്ത് ആനന്ദം കണ്ടെത്തും? ഇതെങ്ങനെ ജോയ്ഫുൾ ആകും? ഇതെങ്ങനെ അതെ കണ്ടന്റ്മെന്റ് ഉള്ളതാകും, സംതൃപ്തി ഉള്ളതാകും? നമുക്ക് അങ്ങനെ നയിക്കട്ടെ. അങ്ങനെ നയിക്കുവാൻ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം, നമ്മൾ 4-ാം അധ്യായം അവസാനവും 5-ാം അധ്യായം ആദ്യവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗമാണ്. നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്, കർത്താവിന്റെ വരവിനെ കുറിച്ചും അതോട് അനുബന്ധിച്ച് നടക്കുന്ന അതേ സംഭവങ്ങളെ കുറിച്ചും അത് കർത്താവിന്റെ വരവിൽ നടക്കുന്ന സ്പിരിച്വൽ അനൗൺസ്മെന്റിനെ കുറിച്ചും അതെ അങ്ങനെ ഒടുവിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും, അതേ ജീവനോടിരിക്കുന്നു, ഒരുമിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ചിന്തിച്ചു. ആ കാലങ്ങൾ, സീസണും ആ ടൈമും ഒക്കെ വെൻ ആൻഡ് ഹൗ എന്നുള്ളത് അപ്പോസ്തലൻ പറയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ കാലങ്ങളെ സമയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് അതിന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവരോട് വരവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എപ്പോഴെന്നുള്ള ചോദ്യത്തിനിവിടെ പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴെന്നുള്ള സമയം ഇവിടെ പൂർണ്ണമായി അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്രതീക്ഷിതമാണ്. വരുമെന്നുള്ളത് നിശ്ചയവും വരവിന്റെ ദിനം അത് ആർക്കും അറിയത്തില്ല. എന്നാൽ പ്രിപ്പറേഷൻ ദൈവമക്കളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ളത് അവിടെ ഓർപ്പിച്ചുണർത്തുന്നു. അതിന് 2 ഉദാഹരണങ്ങൾ നമ്മൾ ചിന്തിച്ചാണ് നിർത്തിയത്. ഒന്ന് കർത്താവിന്റെ നാള് വരുന്നത് കള്ളൻ രാത്രി വരുമ്പോഴാണെന്നും, മറ്റൊന്ന് അതെ ആർക്കാണ് അവർ എന്നുള്ളത് ആരാണ്, ആർക്കാണ് അതെ സമാധാനവും നിർഭയവും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ഇളകി മറിഞ്ഞ് ദൈവകോപത്തിന് ഇരയായിത്തീരുന്ന ആരാണെന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ അതിന് ഒരു ഉദാഹരണമായി പറഞ്ഞത് അതേ പ്രസവ വേദന ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ ഒരു കാര്യം പ്രധാനമായി പറഞ്ഞു, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്, അത് അപ്രതീക്ഷിതമാണ്. ഒരു സ്ത്രീയുടെ പ്രസവ വേദന 2 കാര്യങ്ങളോടാണ് ഉപമിക്കുന്നത്. ഒന്ന്, അത് ഇൻഎവിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അത് ഒരിക്കലും ആ പ്രസവ വേദന ഒഴിവാക്കാൻ പറ്റത്തില്ല. 2, അത് അപ്രതീക്ഷിതമാണ്.
ഉറപ്പാണ്, ഡെലിവറിയുടെ ഡേറ്റ് ഉണ്ട്, കുഞ്ഞ് ഡെലിവർ ആകും. പക്ഷെ ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലത് എപ്പോഴാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇതുപോലെയാണ് കർത്താവിന്റെ വരവ്. അവൻ വരും നിശ്ചയം, ഉറപ്പായോ അവൻ വരും നിശ്ചയം. ഒരു പ്രഗ്നന്റ് ലേഡി പ്രസവിക്കും നിശ്ചയമെന്ന് ആ സ്ത്രീ അതെ അഭിമാനത്തോടെ ധൈര്യത്തോടെ അതെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെ അവൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, എപ്പോഴാണത് സംഭവിക്കും. ഇതുപോലാണ് ഒരു ദൈവവൈതൽ. യേശുവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഒരു ദൈവവൈതലിന് ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്റെ കർത്താവ് മടങ്ങി വരും, മടങ്ങി വരിക തന്നെ ചെയ്യും. പക്ഷെ അത് എപ്പോഴാണ്, ആ നിമിഷം, ആ ദിവസമെന്ന് എനിക്കറിയില്ല. അത് സംഭവിക്കുക തന്നെ. പക്ഷെ ആ ദിവസം സംഭവിക്കുമ്പോൾ കാത്തിരിക്കുന്നവർക്ക് അത് രക്ഷയും, എന്നാൽ കാത്തിരിക്കാത്തവർക്ക്, പീഡിപ്പിച്ചവർക്ക് അത് ശിക്ഷയായി തീരും. അവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ആ വേദനയെ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. കാത്തിരിക്കുന്നവർക്ക് എന്താണ്? കഷ്ടങ്ങൾ സാരമില്ല നിന്നിക്കൊണ്ട് ഒരു പുതുയുഗത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു നിർത്തിയത്. അപ്പോൾ ലേബർ പെയിൻസ് മീൻസ് ബോത്ത് ഇൻഎവിറ്റബിലിറ്റി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്നെസ്. ഈ അതിനുവേണ്ടിയാണ് ആ വാക്ക് അവിടെ പറഞ്ഞത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്നാൽ അപ്രതീക്ഷിതമായ ഒരു നാളിനോട് ഉപമിക്കാൻ വേണ്ടിയാണ് അവിടെ പ്രസവ വേദനയെ ഉപമിച്ചത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരുവിധം വ്യക്തമാക്കിയാണ് നിർത്തിയത് എന്ന് അതിന് നമുക്കത് ഗ്രഹിക്കുവാനും കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്കിനിയും ചിന്തിക്കേണ്ട ഭാഗം അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല എന്ന്, കാരണം നാശം വരുന്നവരെ കുറിച്ചാണത് പറഞ്ഞത്. അതിൽ നമുക്ക് അതുകൊണ്ടാണ് ഇൻഎവിറ്റബിൾ ആണെന്ന് പറഞ്ഞത്. അത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. എന്നാൽ 4-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പം കാരണം അങ്ങനെ പറയാൻ കാര്യം മുകളിൽ പറഞ്ഞു, കള്ളൻ എന്ന പോലെ വരും ആ ദിവസം. പക്ഷെ അത് എന്തിനു വേണ്ടി പറഞ്ഞതാ? കള്ളൻ വന്ന് നമ്മളെ പിടിക്കുന്ന കാര്യം അത് നമുക്ക് കള്ളൻ വന്ന് പിടിക്കുന്നതോ പ്രസവവേദനയിൽ നാശം സംഭവിക്കുന്നതിനെ കുറിച്ചല്ല കാത്തിരിക്കുന്നവർക്ക് ഉള്ളത്. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യം. ഞാനിത് പറഞ്ഞ അവരെ കുറിച്ചാ. ഈ അവരെ കുറിച്ചെന്ന് പറയുമ്പോൾ ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ അവർക്ക് നാശം ഭവിക്കും. ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 2 തെസ്സലോനിക്കൻസിൽ നിന്നാണ് ഞാൻ എടുത്തു പറഞ്ഞെങ്കിലും 1 തെസ്സലോനിക്കർ 1:10 3 വാക്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. 1 തെസ്സലോനിക്കർ 1:10 ഈ വാക്ക് ഒരു ഭാഗം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നു, ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന്, അവിടെ ഉപയോഗിച്ച വാക്ക് വരുവാനുള്ള wrath of God. ഒരു ആങ്കർ എന്നൊരു വാക്കല്ല ഇവിടെ യഥാർത്ഥ പരിഭാഷ. റാത്ത്, ക്രോധം, ദൈവക്രോധം. അപ്പൊ 1:10 ആ വാക്ക് അവിടെ പരാമർശിക്കപ്പെട്ടു. വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന് അല്ലെ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു. അപ്പൊ നമ്മൾ ചിന്തിച്ച ഭാഗം എങ്ങനെ? 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അവർക്കെന്ന് ചിന്തിക്കാൻ 2 തെസ്സലോനിക്കറിൽ വാക്യം എടുത്ത പോലെ തന്നെ 1 തെസ്സലോനിക്കറിലും 2-3 വാക്യങ്ങൾ അവിടെ മുന്നമേ ഓർപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായം അതിന്റെ 16-ന്റെ അവസാന ഭാഗം. 2-ാം അധ്യായം 1 തെസ്സലോനിക്കർ 2:16 ഭാഗം ഇങ്ങനെ പറയും, സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടുന്നതുമായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്ന വിലക്കുന്നവരും. അതിന്റെ അവസാന വാക്യം ശ്രദ്ധിച്ചോണോ, അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. അപ്പോ 1:10 നമ്മൾ വായിച്ചു, ദൈവകോപത്തിൽ നമ്മെ വിടുവിക്കുന്നു. അപ്പൊ ഉറപ്പായ ഒരു കാര്യമുണ്ട്, ദൈവക്രോധം ഒഴിവാക്കാൻ പറ്റുന്നത് അല്ല. അതുകൊണ്ടാണ് ഗർഭിണിക്ക് പ്രസവ വേദന ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആണ്. എപ്പോഴാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഇതുപോലെ ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു, നമ്മളെ രക്ഷിച്ചു. എന്നാൽ അതിന്റെ അർത്ഥം ദൈവക്രോധം നീങ്ങിപ്പോയെന്നല്ല, ദൈവക്രോധം വെളിപ്പെടുക തന്നെ ചെയ്യും. അതിന് അതെ പൂർണ്ണമായും ആ ദൈവക്രോധത്തിൽ എരിഞ്ഞമരുന്ന ഒരു കൂട്ടർ ഉണ്ട്. നമ്മൾ ദൈവകോപത്തിന് ഇരയായി തീർന്നവരായിരുന്നു. അവിടെ നിന്നാണ് നമ്മളെ രക്ഷിച്ച് നമ്മളെയും അപ്പോയിന്റ് ചെയ്തത് ദൈവകോപത്തിന് തന്നെയായിരുന്നു. പക്ഷെ ആ ദൈവകോപത്തിന്റെ അപ്പോയിന്റ്മെന്റിൽ നിന്ന് നമ്മളെ രക്ഷയിലേക്ക്, ദൈവപ്രസാദത്തിന്റെ അപ്പോയിന്റ്മെന്റിലേക്ക് നമ്മളെ നയിച്ചത് ദൈവത്തിന് നമുക്കിടയിൽ ക്രിസ്തു നിന്നുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ക്രോധത്തിൽ നമ്മൾ പുറത്തു വന്നത്. അതുകൊണ്ട് അപ്പോസ്തലർ മാറി മാറി ഓർപ്പിക്കുക, തെസ്സലോനിക്കരെ ഞാൻ എപ്പോഴൊക്കെ ദൈവക്രോധത്തെ കുറിച്ച് പറയുന്നു നിങ്ങൾ ഓർത്തോണം, ദൈവക്രോധം നീങ്ങിപ്പോയിട്ടില്ല, ദൈവക്രോധത്തിൽ നമ്മളാ നീങ്ങിപ്പോയേക്കുന്നത്. അത് നമ്മൾ ഓർത്തോണം.
ദൈവക്രോധം നീങ്ങിപ്പോയിട്ടില്ല. wrath of God still remain and അതിന്റെ appointed ദിവസം വെച്ചേക്കുക. പക്ഷെ നമ്മുടെ സന്തോഷ വാർത്ത എന്തോ? ദൈവക്രോധത്തിന് ഇരയാകാതെ ദൈവപ്രസാദത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ഇത് രക്ഷിക്കപ്പെട്ടവരോട് മാറി മാറി ഓർപ്പിക്കുന്ന 2 ഭാഗം ഞാനിപ്പോ വായിച്ചു. ഒരു ഭാഗം കൂടെ വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ അവസാന വാക്യം. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കർത്തദാസൻ കുഞ്ഞുഭാസ്റ്റർ ആ ഭാഗമാണ് ചിന്തിച്ചത്. അതെ, ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ആരും അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 7-ാം വാക്യത്തിന്റെ തൊട്ടു മുമ്പ് ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അപ്പൊ ഒന്ന് തെസ്സലോനിക്കർ 1:10 നമ്മൾ പറഞ്ഞു, വരുവാനുള്ള കോപം മാറിപ്പോയിട്ടില്ല. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 2-ാം അധ്യായം നമ്മൾ മുമ്പേ വായിച്ചു. ദൈവ മക്കളെ പീഡിപ്പിക്കുന്ന യഹൂദന്മാരെ കുറിച്ച്, തെസ്സലോനിക്കരെ പീഡിപ്പിക്കുന്ന അവരുടെ ദേശനിവാസികളെ കുറിച്ച് എന്നിട്ട് പറയുകയാണ്, അവരുടെ മേൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. അപ്പോ അവിടെ പറയുന്നു ദൈവത്തിന്റെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. 2-ാം അധ്യായത്തിൽ പറയുന്നു ദൈവമക്കൾ, അതാണ് നമ്മൾ 2 തെസ്സലോനിക്കരെ വായിച്ചത്, പീഡിപ്പിക്കുന്നവർക്ക് പീഡ. അപ്പൊ അത് 1 തെസ്സലോനിക്കർ 2-ലുണ്ട്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരായാലും ഞങ്ങളെ പീഡിപ്പിക്കും. അപ്പോസ്തലൻ പറയാം, ദൈവക്രോധം അതങ്ങനെ മുഴുത്തു വന്നുകൊണ്ടിരിക്കുക, അതതിന്റെ ഫുൾ എക്സ്റ്റെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. 3-ാമത് നമ്മൾ ഇപ്പൊ വായിച്ചതെന്ന് ചോദിച്ചാൽ, ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതല്ലെങ്കിൽ, അതാണ് 4-ന്റെ 6. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും വരുത് എന്ന് പറയാൻ കാര്യം എന്തോ? 4-ാം വാക്യം, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ അല്ല. അപ്പം ദൈവത്തെ അറിയാത്ത ജീവിക്കുന്ന ജീവിത രീതി ദൈവത്തെ അറിയുന്നവർ നയിച്ചാൽ അവിടെ വാണിംഗ് കൊടുക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് എന്തുണ്ട്? അതാ പറഞ്ഞത് 6-ന്റെ അവസാനം, ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരമുണ്ട്, സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരമുണ്ട്, സുവിശേഷം അനുസരിച്ചിട്ട് ദൈവപ്രസാദത്തിനൊത്തവണ്ണം ജീവിക്കാത്തവർക്ക് പ്രതികാരമുണ്ട്. അപ്പം ഒരു കാര്യം വ്യക്തമായിക്കോണം, wrath of God, ദൈവക്രോധം നീങ്ങിപ്പോയിട്ടില്ല. അത് അപ്പോസ്തലൻ പറയുന്നത് നീങ്ങിപ്പോയതാണോ പറയുന്നേ? മുഴുത്തു വന്നിരിക്കുന്ന. അതെന്തോ അതിന്റെ അർത്ഥം? ഒരു ഫ്രൂട്ട് റൈപ്പഡ് ആകുന്ന പോലെ അത് പഴുത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അത് മുഴുത്തു വന്നിട്ട് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. ഇതൊന്നും അറിയാതെ ആൾക്കാരങ്ങ് പീഡിപ്പിക്കുക, ഇതൊന്നും അറിയാതെ ആൾക്കാരങ്ങ് ജീവിക്കുക. പക്ഷെ തെസ്സലോനിക്കരെ, നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ അങ്ങനെ ജീവിക്കരുത്. കാരണം ദൈവം ഈ ദൈവകോപത്തിനിരയാകുന്നത്, അത് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാതെ സ്വന്തം മോഹങ്ങൾ ദുർനടപ്പിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് രക്ഷയല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രതികാരമാണ്. അപ്പൊ ഈ 3 പോയിന്റുകൾ എന്തിലുണ്ട്? 1 തെസ്സലോനിക്കരില് അങ്ങനെ പറഞ്ഞ് വന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗം വരുന്നത്. 5-ാം അധ്യായത്തിൽ വരുന്നത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും. 5-ന്റെ 2-ന്റെ അവസാനം ഞാൻ വായിക്കുന്നത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും. അപ്പൊ ആൾക്കാർ പറയും, all is well, all is safe എന്നൊരു ശബ്ദം കേൾക്കും. ഇനി എല്ലാം ഭയങ്കര സേഫ്റ്റി, ഭയങ്കര സുരക്ഷിതത്വം. ഇത് കേൾക്കാതെ അവർ സമാധാനമെന്നും, all is well, all is safe, എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്ന സമാധാനമെന്നും, ഒന്നും പേടിക്കണ്ട, നിർഭയമെന്നും ഒക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒഴിവാക്കാൻ പറ്റാത്ത ദൈവക്രോധത്തിന് ഇരയായിത്തീരുന്നു. നമുക്കറിയാം, ഒന്നും all is well അല്ല, all is safe അല്ല, അല്ലേ? നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഇല്ലാത്ത സമാധാനം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ആരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുമില്ല. നമ്മൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യുന്നവരാ. നമുക്കൊരു കപടത, അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ കപടമായ ഒരു ഭൗതിക വാഗ്ദാനങ്ങളും
കൊടുക്കാത്തത്? ഇന്ന് ഇന്ന് ഇന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് ബഹളം വെക്കാത്ത എന്നെ ചോദിച്ചാൽ, നമ്മളല്ല ആരുടെയും ഭാവി നിർണയിക്കുന്നു, നിശ്ചയിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ പുലർത്തുവാൻ ദൈവശക്തനാ, കാക്കുവാൻ ദൈവശക്തനാ, നടത്താൻ ദൈവശക്തനാ. പക്ഷേ ദൈവത്തിന്റെ തീരുമാനങ്ങളെ നടപ്പിലാകത്തുള്ളൂ. അത് ആയുസ്സിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും അത് കർത്താവിന്റെ വരവിന്റെ കാര്യത്തിലായാലും. അതുകൊണ്ട് നമുക്ക് അവനേക്കാൾ മീതെ ഒരു വാഗ്ദാനവും ആർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് കപടമായ ഒരു ആത്മീയത കാണിക്കാൻ പറ്റത്തില്ല, വ്യാജമായ ഒരു ദൂത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കൊടുത്താൽ കൊടുക്കുന്നവർക്ക് നമുക്ക് നല്ല ബോധ്യമുണ്ട്, നാം ശിക്ഷാവിധിക്ക് യോഗ്യരാകും. അതെ, അതുകൊണ്ട് എന്ത് സമയം അപ്പോസ്തലനെ നന്നായിട്ട് അറിയാം. അപ്പോസ്തലൻ ഒരു സഭയ്ക്കും അതെല്ലാം നിർഭയം, എല്ലാ സമാധാനം എന്ന് പറഞ്ഞില്ല. വ്യക്തമായി പറഞ്ഞത് കാലഘട്ടങ്ങളെ വിവേചിക്കാനാ. യേശു പഠിപ്പിച്ചതും കാലങ്ങളെ വിവേചിക്കാനാ, സമയങ്ങളെ വിവേചിക്കാനാ പഠിപ്പിച്ചേ. പക്ഷേ ഈ അവർ എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, ഒന്നിന്റെ 10 വായിച്ച, നമ്മൾ ഇച്ചിരി മുമ്പ് 2:16 അവസാനം വായിച്ച, 4:6 വായിച്ച അവരുണ്ടല്ലോ, അവര് പറയും, ലോകം പറയും എവറിഥിങ് ഈസ് സേഫ്, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് ഫൈൻ, എല്ലാം സൂപ്പറാണ്, എല്ലാം ഓക്കെ ആയി, ഇനി നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല എന്നൊക്കെ കേൾക്കുമ്പം ദൈവമക്കൾ സുബോധമുള്ളവരായിരിക്കണം. കാരണം അവർക്കറിയില്ല. ഇതുപോലെ നോഹയുടെ കാലഘട്ടത്തിൽ കുറച്ചുപേര് പറഞ്ഞു എല്ലാം നല്ലതാ, കല്യാണം മോന്റെ കല്യാണം സൂപ്പറായിരുന്നു, അത് നോഹയുടെ പ്രസവം അതൊക്കെ വെറുതെയാ, പിന്നെ ഇന്നലത്തെ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അത് സൂപ്പർ പാർട്ടിയായിരുന്നു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയാൻ പറ്റത്തില്ല, എന്തൊക്കെയായിരുന്നുള്ളത്. അപ്പൊ നോഹ പ്രസംഗിക്കുന്നു, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അവർക്ക് സംസാരിക്കാനുള്ളത് പാർട്ടിയെ കുറിച്ചും ഫുഡിനെ കുറിച്ചും, അവർക്ക് സംസാരിക്കാനുള്ളത് അതേ വിരുന്നിനെ കുറിച്ചും ഡാൻസിനെ കുറിച്ചും. അവർ വീണ്ടും കൂടും, അവർ ആഘോഷിക്കും, ആനന്ദിക്കും, നല്ലപോലെ അവർ വീഞ്ഞു കുടിക്കും, അങ്ങനെ ലഹരിയിൽ അവർ ആനന്ദിക്കും, എല്ലാ ഫെസ്റ്റിവലും അവർ ആഘോഷിക്കും. അപ്പൊ ആരെങ്കിലും ഇടയ്ക്ക് പറഞ്ഞെന്ന് വെച്ചോ, നോഹ പ്രസംഗിച്ച കേട്ടോ, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, അയാൾ കുറെ നാളായി ഇത് തന്നെ പറയും, നമുക്ക് നാളെ ഇവിടെ കൂടണ്ടേ, നമുക്ക് ഇവിടെ കൂടാം, മറ്റന്നാൾ ഇവിടെ കൂടെ, മറ്റന്നാളെ നമ്മുടെ വീട്ടില്. അവരങ്ങനെ ആഘോഷങ്ങളിൽ തിമിർക്കുകയാണ്. ആരെ അവഗണിച്ചുകൊണ്ട്? ദൈവത്തെയും അവന്റെ ദാസന്മാരെയും അവന്റെ സുവിശേഷത്തെയും അവന്റെ രക്ഷയുടെ പെട്ടകത്തെയും അവഗണിച്ചുകൊണ്ട് ഏകദേശം 100 വർഷത്തിലധികം ജനം ആഘോഷിച്ച് തിമിർത്തു. എല്ലാം സുഖമാണെന്നും എല്ലാം നിർഭയമാണെന്നും എല്ലാം സുരക്ഷിതമാണെന്നും പറഞ്ഞ് ഇരിക്കുമ്പോൾ അതാ പെട്ടെന്നൊരു ദിവസം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ആഴിയുടെ ഉറവകൾ തുറന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ആഘോഷങ്ങൾ തകിടം മറിഞ്ഞു. അതെ, ലഹരി വിട്ടു. അവർക്ക് സുബോധം വന്നപ്പോഴത്തേക്ക് പെട്ടകം പൊങ്ങി. പിന്നെ ഒരുത്തനും ആ വാതിൽ തുറന്നില്ല. മനസ്സിലായോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവക്രോധം ഒഴിവായില്ല. ദൈവക്രോധത്തിന് നോഹയും കുടുംബമേ ഒഴിവായുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവും നോഹയുടെ കാലഘട്ടം പോലെ തന്നെയാണ്. ദൈവക്രോധമല്ല ഇവിടെ നീങ്ങിപ്പോകുന്നത്. ദൈവക്രോധത്തിൽ നിന്ന് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർ ദൈവ രക്ഷയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൈവനെ ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം, എല്ലാം സൂപ്പറാണ്, എല്ലാം നല്ലതാണ്, ടെക്നോളജികൾ വർദ്ധിക്കുന്നു, ലൈഫ് ഈസി ആകുന്നു ഒക്കെ കേൾക്കുമ്പോൾ നോഹയുടെ കാലഘട്ടം ഓർത്തോണം. അതേ സത്യം പറയുന്ന, സുവിശേഷം പറയുന്ന, ദൈവവചനം പറയുന്ന, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന അവഗണിക്കപ്പെടുമ്പോൾ ഓർത്തോണം. അതിന്റെ അർത്ഥം കർത്താവിന്റെ വരവല്ല അവഗണിക്കപ്പെടുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ ലോകത്തിൽ അവഗണിക്കപ്പെടുമ്പോൾ ഓർത്തോണം, നമ്മൾ സുബോധമുള്ളവരായി ഉണർന്നോണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാണ്. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ ജനത്തിന് അവർക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല ദൈവക്രോധം. അതാ അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത്, ഇവർക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. എത്ര ശ്രമിച്ചാലും, എന്തെല്ലാം ഇനി ചെയ്താലും, എത്ര നിലവിളിച്ചാലും, എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ആ ക്രോധത്തിലൂടെ അതിന് ഇരയായി തീർന്നേ. ഈ ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയാൻ കാര്യം, ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മളും വന്ന് എത്തിയിരിക്കുന്നത്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. ഒരിക്കലും ഒരു നാശവും ഭവിക്കത്തില്ല എന്നോർത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ നാശത്തെ കുറിച്ചാണ് പറയുന്നേ. wrath of God, ദൈവക്രോധം. ഈ ക്രോധത്തിന് നമ്മളും അപ്പോയിന്റഡ് ആയിരുന്നു. എങ്ങനെ? വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ഭാഗങ്ങൾ വായിക്കും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. പെട്ടെന്ന്. അപ്പൊ 2 വാക്ക് ശ്രദ്ധിച്ചോ? പെട്ടെന്ന്, അൺഎക്സ്പെക്റ്റഡ്.
തെറ്റി ഒഴിയാൻ പറ്റത്തില്ല. ഇന്നെവിറ്റബിൾ. ഈ രണ്ട് പദമാണ് അപ്പോസ്തലരുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആൻഡ് ഇന്നെവിറ്റബിൾ. ഇത് ഒരു ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഉപമയ്ക്ക് വേണ്ടിയാണ് ഈ ഉദാഹരണം അവിടെ എടുത്തത്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനല്ല. നമുക്ക് അവന്റെ വരവ് എക്സ്പെക്റ്റഡ് ആണ്, ടൈം മാത്രമാണ് അൺഎക്സ്പെക്റ്റഡ്. നമുക്കെല്ലാം അറിയാം. ഈ ഭൂമി ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുക, ദൈവ ക്രോധത്തിനായി സൂക്ഷിച്ചിരിക്കുക. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം ഈ യുഗ അവസാനം വരികയാ. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയത്തില്ല, എക്സാക്ട് ടൈം നമുക്ക് we know the end is coming, but the exact time is unknown. കൃത്യമായ സമയം നമുക്കറിയില്ല. പക്ഷെ അവരെന്താ ചിന്തിക്കുന്നേ? നാശമൊന്നും ഭവിക്കത്തില്ല, എല്ലാം നിർഭയം, എല്ലാം സുരക്ഷിതം. നമ്മളെന്താ ചിന്തിക്കുന്നേ? ഇത് ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുക, ഇത് ഇളകുന്ന രാജ്യമാ, ഇത് ദൈവം ഇതിനെ നീക്കം ചെയ്യും. പക്ഷെ ചോദ്യം, നിങ്ങൾക്കറിയാമോ എപ്പോഴാത്? അപ്പൊ നമ്മൾ പറയണം, അത് ഞങ്ങൾക്കറിയില്ല, അത് അൺഎക്സ്പെക്റ്റഡാ. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം, അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതായത് ലോകം ഒരു ഫോൾസ് സെൻസ് ഓഫ് പീസ് ആൻഡ് സേഫ്റ്റിയിലേക്ക് നീങ്ങും. ലോകം ഒരു വ്യാജ ബോധം, അത് യഥാർത്ഥമല്ല, വ്യാജമായ ഒരു മനസുഖത്തിലേക്ക് നീങ്ങും. എല്ലാം പീസാണ്, എല്ലാം സെക്യൂർ, സേഫ് ആണ്. പക്ഷെ ബിലീവേഴ്സ് ഒരിക്കലും, ദൈവമക്കൾ ഒരിക്കലും അതിശയിച്ചു പോകരുത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നു തന്റെ മക്കൾ തന്റെ വരവിനായി, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയ, യേശു പഠിപ്പിച്ചല്ലോ, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരു ഒരുക്കവും വേണ്ട എന്നല്ല പഠിപ്പിച്ചേ. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ഉണർന്നും ഒരുങ്ങിയിരിക്കും. അതൊരു വലിയ ബുദ്ധിമുട്ടാ. ടൈം അറിയാതെ, എക്സാക്ട് ടൈം അറിയാതെ ഒരാളെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാ. പക്ഷെ അത് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അൺഎക്സ്പെക്റ്റഡ് മൊമെന്റിൽ വെളിപ്പെടുന്ന, അതാ നോഹയും കുടുംബം ചെയ്തത്. ദൈവർക്ക് ഒരിക്കലും സമയം പറഞ്ഞു കൊടുത്തിരുന്നില്ലായിരുന്നു. അവര് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു, പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു, വിശ്വസിച്ചുകൊണ്ടേയിരുന്നു, അനുസരിച്ചുകൊണ്ടേയിരുന്നു, നേരോടെ ജീവിതം നയിച്ചുകൊണ്ടേയിരുന്നു, ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു, കാമവികാരത്തിൽ നിന്ന് മാറി നിന്നു, ദുർനടപ്പിൽ നിന്ന് മാറി നിന്നു, ദൈവകോപത്തിൽ നിന്ന് മാറി നിന്നു, ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്നും മഴ പെയ്യും. When it will happen, no answer. But it's sure, 100% confident it will happen. അത് സംഭവിക്കും. സംഭവിച്ചോ ഇല്ലയോ ദൈവമക്കളെ? നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി കിടക്കുന്നു. നോഹ പോലും കരുതിയില്ല. ഞാൻ എപ്പോഴും മെസ്സേജിൽ ആവർത്തിച്ച് പറയുന്നതാണ്. അത് പറയുമ്പോൾ എന്റെ ഹൃദയം കുറച്ചുകൂടെ തുടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോഹയുടെ 600-ാം സംവത്സരം 2-ാം മാസം 17-ാം തീയതി ആകാശത്തിന്റെ ഉറവകൾ തുറന്നു. ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ ഉറവകളും തുറന്നു. ഒരുപോലെ ദൈവം തന്നെ പ്രവൃത്തി ചെയ്തത്. അൺഎക്സ്പെക്റ്റഡ് മൊമെന്റിൽ അത് സംഭവിച്ചു. പക്ഷെ നോഹയോട് ചോദിച്ചേ, നോഹ പറയും, ഞാൻ എന്റെ കുടുംബവും മഴയ്ക്ക് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തിരുന്നു? അവരുടെ പ്രത്യേകത ഇതാണ്, അവർ പ്രിപ്പയർഡ് ആയിരുന്നു. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തുവാ? പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് കമ്മിങ് ഓഫ് ലോർഡ് ജീസസ്. അൺഎക്സ്പെക്റ്റഡ് ടൈമാണ്, വരവല്ല, അൺഎക്സ്പെക്റ്റഡ് ടൈമാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അത് ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് പ്രായത്തിൽ, ഏത് സമയത്ത് സ്പിരിച്വൽ അനൗൺസ്മെന്റ് ഉണ്ടായാലും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യം ഇല്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോഴാണ്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ഞാൻ കള്ളന്റെ കാര്യം ഇവിടെ പറഞ്ഞു എന്ന് വെച്ച് കള്ളൻ വന്ന് വീട് കവർച്ചെന്ന് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനത് പറഞ്ഞു. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകും. വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിലുമുള്ളവര് അല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. നമ്മുടെ മെസ്സേജ് ഞാൻ ഇതുവരെ ആവർത്തിച്ച വാക്ക്, ദൈവം നമ്മെ കോപത്തിനല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ തെസ്സലോനിക്യ ലേഖനത്തിന് 1-ാം അധ്യായം തൊട്ട്
അവസാന അധ്യായം വരെ വിട്ടുപിരിയാത്തൊരു വാക്കാണ്. ദൈവം നമ്മെ കോപത്തിനല്ല, ക്രോധത്തിനല്ല, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആവർത്തിച്ചു പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. റാത്ത് ഓഫ് ഗോഡ് ആർക്കും നീക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ട് രീതിയിൽ നമ്മളും ഇതിന് അർഹരായിരുന്നു. ഒന്ന്, ആദമിന്റെ അനുസരണക്കേട് മൂലം മുഴുവൻ മാനവജാതിയും വി വേർ അപ്പോയിന്റഡ് ടു റാത്ത് ഓഫ് ഗോഡ്. നമ്മളെല്ലാം ദൈവകോപത്തിന് പൂർണ്ണമായി നിയമിക്കപ്പെട്ടവരായിരുന്നു. അത് റോമലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഞാൻ ആ ഭാഗങ്ങൾ എടുക്കുന്നില്ല. രണ്ട്, നാം ചെയ്ത പാപനിമിത്തവും നാം ചെയ്ത പാപനിമിത്തവും നാം ദൈവകോപത്തിന് നിയമിതര്. ഇങ്ങനെ രണ്ട് രീതിയിൽ ദൈവക്രോധത്തിന് നിയമിതരായിരുന്ന, അപ്പോയിന്റഡ് ആയിരുന്ന നമ്മളെയാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവനുള്ള വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാ രക്ഷിക്കപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അതൊരു വലിയ, അതിനേക്കാൾ വലിയൊരു ആനന്ദം വേറെ ഇല്ല. വരുവാനുള്ള ദൈവക്രോധത്തിന്റെ ഭയാനകതയെ മനസ്സിലാക്കുമ്പോഴാണ് ഈ രക്ഷിക്കപ്പെടലിന്റെ മഹത്വം ഏറെ മനസ്സിലാകുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ആർക്കും നീക്കാൻ പറ്റാത്ത, ആർക്കും ഒഴിച്ചൂടാൻ പറ്റാത്ത, ആർക്കും തെറ്റിയൊഴിയാൻ പറ്റാത്ത ദൈവക്രോധത്തിൽ ഞാൻ തെറ്റിയൊഴിഞ്ഞു, ഞാൻ മാറി നിൽക്കുന്നു. കർത്താവിനെ അതിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ക്രിസ്തുയേശു മുഖാന്തരം രക്ഷിക്കപ്പെട്ടു. ഇനി എനിക്ക് ശിക്ഷാവിധി ഇല്ല, ഇനി എനിക്ക് ദൈവക്രോധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പറഞ്ഞ 1-2 ഭാഗങ്ങൾ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ചിൽഡ്രൻ ഓഫ് ലൈറ്റ്, വെളിച്ചത്തിന്റെ മക്കൾ. 4-5 വാക്യങ്ങളാണ് വെളിച്ചത്തിന്റെ മക്കൾ. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. ചിൽഡ്രൻ ഓഫ് ദ ലൈറ്റ് ആൻഡ് ഡേ, വെളിച്ചത്തിന്റെയും പകലിന്റെയും മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടു. മുമ്പാരായിരുന്നു? ഇരുട്ടിന്റെയും രാത്രിയുടെയും മക്കൾ. ഇപ്പോൾ വെളിച്ചത്തിന്റെയും പകലിന്റെയും മക്കൾ. ഇതിനെ ഡിസേൺ ചെയ്യുകയാണ്, ഇതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുകയാണ്. ഹൗ വി ക്യാൻ പ്രൂവ് ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ് ആൻഡ് ഓഫ് ദ ഡേ. നാം അവകാശപ്പെടുമ്പോഴാണോ നമുക്ക് രക്ഷ ലഭിച്ച നമ്മുടെ ഈ സന്തോഷം കൊണ്ട് മാത്രം നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അതോ പ്രവൃത്തി അനിവാര്യമാണോ? വിശ്വാസം നമ്മളെ രക്ഷയിലേക്കും, ദൈവക്രോധത്തിൽ നമ്മളെ രക്ഷിച്ചിട്ട് ഇനി ആ വിശ്വാസത്തിൽ മാത്രം നിന്നുകൊണ്ടാണോ നമ്മൾ അവകാശപ്പെടുന്നത് we are the children of the light and of the day? അതോ നമ്മുടെ പ്രവൃത്തി ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടാണോ ദൈവമക്കൾ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കേണ്ടത്? ഇന്ന് വന്ന പരാജയം എന്തുവാ? രക്ഷാവിശ്വാസാൽ സ്വീകരിച്ചു, ജീവിതത്തിൽ വിശ്വാസം മാത്രമേ പറയുന്നുള്ളൂ, പിന്നെയോ വെളിച്ചത്തിന്റെ മക്കളുടെ പ്രവൃത്തി ലോകം കാണും. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ രക്ഷിക്കപ്പെടാത്ത ഇരുട്ടിന്റെ മക്കൾ ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്തിട്ട് വിശ്വാസം കൊണ്ട് മാത്രം, വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ വിശ്വാസം കൊണ്ട് മാത്രമല്ല നാം വെളിച്ചത്തിന്റെ മക്കളായി വെളിപ്പെടുന്നത്. അങ്ങനെ പലരും ചെയ്യാൻ ശ്രമിക്കുന്നു, പലരും മറന്നു പോകുന്നു. വെളിച്ചത്തിന്റെ മക്കൾക്ക് പ്രത്യേകതകളുണ്ട്, അവരുടെ ക്വാളിറ്റീസ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. അത് പുറപ്പെടണം. അത് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവം വിശ്വാസത്താൽ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ മക്കൾ വെളിച്ചത്തിന്റെ മക്കളെന്ന് ലോകം അറിയുന്നു. Believers are distinguished from the world by their spiritual state. ദൈവക്രോധത്തിൽ നിന്ന് വിശ്വാസം മൂലം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ലോകത്തിൽ എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്? അവരുടെ ആത്മീക നിലവാരം, അവരുടെ ജീവിത നിലവാരം അനുസരിച്ചാണ് അവർ വെളിച്ചത്തിന്റെ മക്കളായും ഇരുളിന്റെ മക്കളോ എന്ന് തിരിച്ചറിയപ്പെടുന്നു. വെളിച്ചത്തിന്റെ മക്കളായി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം എന്ന് പറയാം. അതാ ഇവിടെ പറഞ്ഞേ, നമുക്ക് സ്പിരിച്വൽ അലേർട്ട്നെസ് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ എടുത്തു പറഞ്ഞേ, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. 6-ാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ
ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ബി സോബർ. ഉറങ്ങാതെ ഒരു സ്ലീപ്പ് മോഡിലേക്ക് നമ്മൾ പോകരുത്. എന്താണ് ആ സ്ലീപ്പ്? എന്താണ് ആ ഉറക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്പിരിച്വൽ അലേർട്ട്നെസ്, നമ്മുടെ ആത്മീകമായി നമ്മൾ ജാഗരൂകരാകുന്ന, ഉണർന്നുകൊണ്ട് പാപത്തിന്റെ ആ ഇരുളിൽ നമ്മൾ ജീവിക്കാതെ, ഉദാസീനതയിലും താല്പര്യമില്ലായ്മയിലും ഒരു ജീവിതം നയിക്കാതെ, ആത്മീകമായി ഉറങ്ങിപ്പോകാതെ, ആത്മീകമായി ഉണർന്നുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി ശോഭിക്കുന്ന ഒരു ജീവിതം. ഇത് അപ്പോസ്തലൻ അവരുടെ മുമ്പിൽ വീണ്ടും എല്ലാ ലേഖനങ്ങളിലും, എഫെസ്യ ലേഖനത്തിലും നമ്മളിത് പഠിച്ചതാ. എല്ലാ ലേഖനങ്ങളും ആവർത്തിച്ച് ഇത് പറയുന്നു. കാരണം എല്ലാ ലേഖനവും സഭയ്ക്കാണല്ലോ എഴുതുന്നത്, അല്ലേ? എല്ലാ ലേഖനവും ദൈവമക്കൾക്ക്. അതിനകത്ത് എന്ത് വെറൈറ്റി കൊണ്ടുവരാനാണ്, അല്ലേ? നമുക്കിപ്പോ അങ്ങനെ വചനത്തിനകത്ത് വെറൈറ്റി കൊണ്ടുവരുന്ന വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇത് എഴുതുന്നത് ആർക്കാ, അല്ലെ? ഹസ്ബൻഡ് വൈഫിന് ലെറ്റർ എഴുതുമ്പോ എങ്ങനെ എന്റെ പ്രിയ ഭാര്യയ്ക്ക്, ഭാര്യ എഴുതുമ്പോ എന്റെ പ്രിയ മാറ്റി എഴുതാൻ പറ്റുമോ? ബന്ധം ഭാര്യയും ഭർത്താവും മക്കളാണ്. ഒന്നും ഒരു വെറൈറ്റിക്ക് ഒന്നും പറ്റത്തില്ല. വെറൈറ്റി കണ്ടന്റ് മാറ്റാൻ പറ്റുമോ? സ്നേഹത്തിന്റെ അതെ ആ വാക്കുകളും അല്ലെങ്കിൽ ആ കാര്യങ്ങളുടെ വിശേഷങ്ങളും പറയാന്നല്ലാതെ അടിസ്ഥാനത്തിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആണെങ്കിൽ കത്തെഴുതുന്ന ആർക്കാ? മണവാട്ടിക്ക്, സഭയ്ക്ക്. അതിനകത്ത് നമുക്ക് എന്ത് വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും? അതിനകത്ത് എന്ത് പുതിയത് കണ്ടെത്താൻ പറ്റും? അതിനകത്തെല്ലാം ഒരൊറ്റ കാര്യമേ ഉള്ളൂ: വീണ്ടെടുപ്പിന്റെ വിലയും ദൈവഗ്രഹത്തിലുള്ള രക്ഷയുടെ വിലയും. അതെ, അതും ആ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നത നിലവാരവും. ഇതല്ലാതെ ഇതിനകത്ത് നമ്മൾ വെറൈറ്റി കൊണ്ടുവന്നാൽ ആകെപ്പാടെ പ്രശ്നമായി. അപ്പോസ്തലൻ അതുകൊണ്ട് വെറൈറ്റിക്ക് ഒന്നും ശ്രമിച്ചില്ല. എഫെസ്യർക്ക് എഴുതിയത് പക്ഷെ അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ വന്ന ഡൗട്ടുകളെ തീർക്കാൻ മാത്രമാണ് അവിടെ വ്യത്യസ്തത ഉണ്ടായത്. അടിസ്ഥാനപരമായി വചനത്തിന് ഒരു മാറ്റവുമില്ല. അത് ആവർത്തിച്ച് പറയുന്നതിൽ അവർക്കൊട്ട് മടിയും ഇല്ലായിരുന്നു. അങ്ങനെ വെളിച്ചത്തിന്റെ മക്കൾ പകലിന്റെ മക്കളെന്ന ആ പദവിയിലേക്ക് ദൈവമക്കൾ ആക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഇരുളിന്റെ മക്കളും രാത്രിയുടെ മക്കളും ഉണ്ട്. ഇവിടെ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അവൻ ഇരുളിന്റെ പ്രവൃത്തിയിൽ നിന്ന്, രാത്രിയുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ വേർതിരിച്ചിട്ട് നമ്മൾ വീണ്ടും അതേ പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ദൈവക്രോധത്തിൽ നിന്ന് തെറ്റിയൊഴിയും? തെറ്റിയൊഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിൽഡ്രൻ ഓഫ് ലൈറ്റ് എന്ന പദവിയിലേക്ക് ദൈവം നമ്മൾ ഉയർത്തിയിരിക്കുന്നു. ആ പദവിയിൽ നമ്മൾ നിലകൊള്ളുക. അതുകൊണ്ട് ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ. ആ വാക്ക് ശ്രദ്ധിച്ചോണം. ആ സ്ലീപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഒന്ന് രണ്ട് പദം അതിനെ കുറിച്ച് വാക്കുകൾ പറയുന്നതായിരിക്കും. 2, സുബോധം, സോബർ. സുബോധമുള്ളവരായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകയാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ ഡിഫൻസിന് വേണ്ടി കരുതിക്കോണം, പ്രൊട്ടക്ഷന് വേണ്ടി കരുതിക്കോണം. അതാണ് ഇവിടെ പറയുന്നത്. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ അതെ രാത്രി എന്താണ് പകലുള്ളവർ ആകുന്നതിനാൽ വിശ്വാസം, സ്നേഹം എന്നിവ കവചമായി, രക്ഷയുടെ പ്രത്യാശ ശിരോരക്ഷണമായി ധരിച്ച് നമുക്ക് സുബോധമുള്ളവർ ആയിരിക്കാം. നമുക്ക് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഉറക്കം? നമുക്ക് പാടില്ലാത്ത ഉറക്കമുണ്ടോ? നമുക്ക് അനുവദനീയമായ ഉറക്കമുണ്ട്, പെർമിസിബിളായ സ്ലീപ്പ് ഉണ്ട്. ചിൽഡ്രൻ ഓഫ് ലൈറ്റിന്, വെളിച്ചത്തിന്റെ മക്കൾക്ക്, പകലിന്റെ മക്കൾക്ക് അനുവദിച്ചിരിക്കുന്ന ഉറക്കം, അനുവദിക്കാത്ത ഉറക്കം. ആ അനുവദിക്കാത്ത ഉറക്കം നമ്മൾ അറിയണമല്ലോ, അല്ലെ? നമുക്ക് വാൺ ചെയ്യുന്നു, ഉറങ്ങരുതെന്ന് വാൺ ചെയ്യുന്നു. അതെന്തുറക്കമാക്കും? നമ്മൾ ഉറങ്ങാൻ പാടില്ലാത്ത ഉറക്കം ഏതാ? അതിനെ അർത്ഥമാക്കുന്നത്, ഒന്ന്, ഈ സ്ലീപ്പ് സ്പീക്സ് ഓഫ് ഇഗ്നോറൻസ്, അജ്ഞത. This sleep speaks of insensibility, താല്പര്യമില്ലായ്മ, നിർവികാരത. This sleep speaks of no defense, ഒരു പ്രതിരോധത്തിനെ കുറിച്ച് ചിന്തയില്ല, ചെറുത്ത് നിൽപ്പിനെ കുറിച്ച് ചിന്തയില്ല. This sleep speaks of inactivity, ആലസ്യം, നിഷ്ക്രിയത്വം. ഒരാത്മീയൻ ഉറങ്ങാൻ പാടില്ലാത്ത ഉറക്കം.
ഒരാത്മീയൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ വിധിച്ചോണം. ഈ പറഞ്ഞ ഏതെങ്കിലും ഉറക്കം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ ഉറക്കത്തിൽ ഉണർന്നേ പറ്റൂ. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു 6-ാം വാക്യം. ആകയാൽ നാം മറ്റുള്ളവരെ പോലെ, ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ നമുക്ക് ജാഗ്രതയും സമചിത്തതയും ഉള്ളവരായിരിക്കാം. ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിക്കേ. ഈ ഉറക്കത്തിലേക്ക് ഏകദേശം ഒരു വലിയ സമൂഹം വീണ് കഴിഞ്ഞിരിക്കുക. ഏതുറക്കമാ? അജ്ഞതയുടെ, അറിവില്ലായ്മ, വിവേകമില്ലായ്മയുടെ ഉറക്കം. 2, നിർവികാരത, പാസീവായിട്ട്, സെൻസിബിൾ അല്ല, ആ നിർവികാരതയുടെ ഉറക്കം. 3, പ്രതിരോധം, പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ, ആത്മീയ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കെതിരെ, പാപത്തിനെതിരെ, പിശാചിനെതിരെ ഉള്ള ഒരു പ്രതിരോധവും എടുക്കാതെ, ഒരു ചെറുത്ത് നിൽപ്പില്ലാതെ ഉള്ള ഉറക്കം. 4, ഉത്സാഹഭരിതരാകേണ്ടവർ നിഷ്ക്രിയരായി ആലസ്യത്തിൽ അകപ്പെട്ടു പോയ ഉറക്കം. ഇതാണ് ഇവിടെ ഉറക്കം, ഉറങ്ങാൻ പാടില്ലാത്ത ഉറക്കം കൊണ്ടുദ്ദേശിക്കുന്നത്. നാം രാത്രിയുടെയും അന്ധകാരത്തിന്റെയും സ്വന്തമല്ല, അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ നമുക്ക് ജാഗ്രതയും സമചിത്തതയും ഉള്ളവരായിരിക്കാം. നമുക്ക് വിജിലന്റ് ആയിരിക്കാം, നമുക്ക് സോബർ ആയിരിക്കാം. സമചിത്തത എന്ന് പറഞ്ഞാൽ സുബോധം. ഇന്ന് രാത്രി ഈ ദൈവവചനം ചിന്തിക്കുമ്പോൾ വിശ്വാസികളിൽ വളരെ പ്രകടമായി കണ്ടുവരുന്ന, വളരെ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടെ, കൃത്യമായ സിംറ്റംസ് ഉണ്ട്, ലക്ഷണങ്ങളോടുകൂടെ ഈ ഉറക്കമുണ്ട്. അതിലോ നമ്മൾ അകപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ വളരെയധികം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ ശോധന കഴിക്കാം. വ്യക്തമായ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഉറങ്ങാൻ പാടില്ല. രാത്രിയിലെ ഉറക്കത്തെ കുറിച്ചല്ല ഞാൻ പകലിലെ ഉച്ചമയക്കത്തെ കുറിച്ചല്ല, നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുമ്പോൾ നാം കണ്ടെത്തുന്ന ഉറക്കത്തെ കുറിച്ചല്ല. മറ്റുള്ളവരെ പോലെ ഉറങ്ങാന്ന് പറയുന്നേ ഒരു വെളിച്ചത്തിന്റെ പൈതലായിരിക്കുന്ന, പകലിന്റെ മകനായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇരുളിന്റെ, പാപത്തിന്റെ ഇരുളിലും ആ ഉദാസീനതയിലും ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ആ ഉറക്കത്തിനാണ് പറയുന്നത് മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ. കാരണം ഇരുളിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്ന അങ്ങനെയാണ്. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു എന്നാൽ നാം പകലിനുള്ളവർ ആകുന്നതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം, സ്നേഹം എന്നിവ കവചമായും രക്ഷയുടെ പ്രത്യാശ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹെൽമെറ്റായും. അതിനെക്കുറിച്ച് എന്താ പറയാറിയോ? നമ്മൾ വളരെയധികം ഡിഫെൻഡ് ചെയ്യുന്നവരായിരിക്കണം. നമുക്കൊരു പ്രതിരോധ സ്വഭാവം ഉണ്ടായിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. എന്ത് സംഭവിക്കുകയാണ്? അജ്ഞതയിലേക്ക് നീങ്ങുന്നു, നിർവികാരതയിലേക്ക്, താല്പര്യമില്ലായ്മ, ഒരു ഉറക്കമാ. വെളിച്ചത്തിന്റെ മക്കൾ, പകലിന്റെ മക്കൾ ഉറങ്ങിയിട്ടുണ്ടോ? മറ്റുള്ളവരെ പോലെ, ആരാ? ഇരുളിന്റെ മക്കളെ പോലെ, രാത്രിയുടെ മക്കളെ പോലെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണിത്, ഒരു എക്സാമിനേഷനാണ് ഈ നടക്കുന്നത്. നാം നമ്മെ തന്നെ പരിശോധിക്കുകയാണ്. ഞാൻ ദൈവിക കാര്യങ്ങളിൽ അജ്ഞതയുള്ളവളാണോ, അജ്ഞതയുള്ളവനാണോ? എന്റെ ജീവിതത്തിൽ നിർവികാരതയാണോ ആത്മീയ കാര്യങ്ങളിൽ? എനിക്കൊരു താല്പര്യവുമില്ലേ? എനിക്ക് ലോകത്തെ പ്രതിരോധിക്കുവാൻ, പാപത്തെ എതിരെ നിൽക്കുവാൻ, അല്ലെങ്കിൽ അതിനെ വിട്ടോടുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് ചേർത്ത് നിൽക്കുവാൻ
എന്റെ ഉള്ളിലുള്ള ആത്മീയ പോരാട്ടത്തിൽ എനിക്ക് യേശുവിൽ ആശ്രയിച്ചതിനെ ജയിക്കുവാനുള്ള ആ ഡിഫെൻസീവ് മെക്കാനിസം ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുക. 4, ഞാനൊരു ആലസ്യത്തിലാണോ, ഒരു നിഷ്ക്രിയത്വത്തിലാണോ? നിർവികാരതയും 2 പദം ഇവിടെ ഉപയോഗിച്ചു. Sleep speaks of insensibility and inactivity. 2 പദമുണ്ട്. 1 നിർവികാരത, 2 നിഷ്ക്രിയത്വം. ആത്മീയ കാര്യങ്ങളോടൊരു നിർവികാരത, 2 ആത്മീയ ശുശ്രൂഷകളോടൊരു നിഷ്ക്രിയത്വം. പ്രിയരെ, അങ്ങനെ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യാം. നമുക്ക് തന്നെ ഇന്ന് രാത്രി രോഗനിർണയം നടത്താം. നമുക്ക് തന്നെ ഇന്ന് രാത്രി വ്യക്തമായ നിർണയം നടത്താം. നാം ഒരാത്മീയ ഉറക്കത്തിൽ അകപ്പെട്ടോ, അതായത് വെളിച്ചത്തിന്റെ മക്കൾ, പകലിന്റെ മക്കൾ ഉറങ്ങാൻ പാടില്ലാത്ത ഒരു ഉറക്കത്തിൽ അകപ്പെട്ടോ എന്നറിയുവാൻ ഈ പോയിന്റുകളെ ശ്രദ്ധിക്കുക, ഈ വചനങ്ങളെ ശ്രദ്ധിക്കുക, ഈ എക്സ്പ്ലനേഷനെ ശ്രദ്ധിക്കുക. നമ്മളിൽ അജ്ഞതയാണോ, ഇപ്പോഴും ഒരു വിവേകശൂന്യതയാണോ നമ്മുടെ ജീവിതം? 2 നിർവികാരതയാണോ? ആത്മീയ കാര്യങ്ങളോട്, സഭയോട്, ശുശ്രൂഷകളോട്, ദൈവത്തിന്റെ കാര്യങ്ങളോട് നമ്മൾ നിർവികാരമായിട്ടാണോ ഇടപെടുന്നത്? 3, വെളിച്ചത്തിന്റെ മക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ അവിടെ പറഞ്ഞതിന്റെ വാക്കുകളെ നിർത്താം. അതെ, എന്താണ് ഇവിടെ പറയുന്നത്? 8-ാം വാക്യം, നാമോ പകലിനുള്ളവരാകയാൽ. അതാണ് ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത്. വിശ്വാസവും സ്നേഹവും എന്ന കവചവും, അതായത് ഫെയ്ത്ത് ആൻഡ് ലവ് എന്ന ബ്രസ്റ്റ് പ്ലേറ്റ്. ഒരു ആർമി മാൻ അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ്, ഒരു പടയാളി തന്റെ ചെസ്റ്റ് കവർ ചെയ്യും. അതുപോലെ ഒരു ദൈവമൈതൽ വിശ്വാസവും സ്നേഹവും കൊണ്ട്, എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്തിനാ ഈ പടയാളി ഈ പടച്ചട്ട ധരിക്കുന്നേ, ഈ ബ്രസ്റ്റ് പ്ലേറ്റ് ധരിക്കുന്നേ? ഇല്ലെങ്കിൽ നേരെ ഹൃദയത്തിലോട്ട് വന്ന് എന്താ കുത്തും? അമ്പുകൾ, അല്ലെങ്കിൽ വെടിയുണ്ട തുളച്ചു കയറും. ചുരുക്കി പറഞ്ഞാൽ അവന്റെ ജീവൻ ഒരു സുരക്ഷിതത്വം ഇല്ല. അപ്പം പ്രൊട്ടക്ട് ചെയ്യുവാൻ, ഡിഫെൻഡ് ചെയ്യുവാൻ സ്നേഹത്തെയും വിശ്വാസത്തെ അപ്പോസ്തലൻ ബ്രസ്റ്റ് പ്ലേറ്റ് ആയിട്ട് പറയുന്നു. 2, അത് ബിലീവേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്നിരിക്കണം, നമ്മൾ സുബോധമുള്ളവരായിരിക്കണം. നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ബ്രസ്റ്റ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്, കവചമായിട്ട് നമ്മൾ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ വിശ്വാസവും സ്നേഹവും. 2ാമത്, നമ്മുടെ ഹെൽമെറ്റ് ആയിട്ട് രക്ഷയുടെ പ്രത്യാശയും ശിരസ്ത്രമായി ധരിച്ചുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 1 തല, 2 ഹൃദയം. ഏറ്റവും ബ്രെയിനും ഹാർട്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നെങ്കിൽ അതിനോട് ഉപമിച്ചിട്ടാ പറയുന്നേ. ഒരു ദൈവമൈതൽ ഏറ്റവും അധികം പ്രതിരോധിക്കണം. ആ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ സ്നേഹവും വിശ്വാസവും ഒരു പടച്ചട്ട പോലെ, ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ആയി, ഒരു കവചമായി ധരിച്ചുകൊണ്ട്. 2, ബ്രെയിനിനെ സൂക്ഷിപ്പാൻ, തലച്ചോറിന് അപകടം പറ്റാതിരിക്കാൻ ഹെൽമെറ്റ് ധരിക്കുന്ന പോലെ ആ രക്ഷയുടെ പ്രത്യാശ നിറഞ്ഞ ആ കോൺഫിഡൻസ് ഹെൽമെറ്റായി ധരിച്ചുകൊണ്ട് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി ശോഭിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. സോബർ ആയിരിക്കും നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കാം. സോബർ, ഹോപ്പ് എന്ന 2 പദത്തിന്റെ അർത്ഥം എന്തെന്ന് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇന്ന് നമ്മൾ അത് അങ്ങനെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ സമയം വേഗത്തിൽ മുന്നോട്ട് പോവുകയും എനിക്ക് കൃത്യമായ സമയത്ത് നിർത്താൻ പറ്റാതെ വരുന്ന ഒരു പ്രയാസമുണ്ടെന്ന് ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുക. ഇന്ന് ഇത്രയും നമുക്ക് ചിന്തിക്കാം. ഉറങ്ങാതെ എന്നുള്ളത് ചിന്തിച്ചല്ലേ? അടുത്ത ആഴ്ച നമുക്ക് സുബോധം ഉള്ളവരായി എങ്ങനെ വേണം, ഇങ്ങനെ വേണം. നിങ്ങളത് തീരുമാനിക്കല്ലേ എങ്ങനെ ഉറങ്ങാതിരിക്കും, എങ്ങനെ സുബോധത്തോടെ ഇരിക്കുമെന്ന്. ദൈവമക്കളെ, വെളിച്ചത്തിന്റെ മക്കൾ അങ്ങ് തീരുമാനിക്കുമല്ല, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലൂടെ വെളിച്ചത്തിന്റെ മക്കൾ ഉറങ്ങാതെ സുബോധമുള്ളവരായിരിക്കണം. ഞാൻ ഇനി തൊട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ, ഞാൻ നോ.
എങ്ങനെ ഉറങ്ങാതിരിക്കണമെന്നും എങ്ങനെ സുബോധമുള്ളവരായി ഇരിക്കണമെന്നും കൂടെ പറഞ്ഞു തന്നിട്ടാ നമ്മളോട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മളിവിടെ ചിന്തിച്ചു. വിശ്വാസവും സ്നേഹവും മാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മളെ തകർത്ത് കളയാൻ കഴിയാതെ വണ്ണം നമ്മൾ അത് കവചമായി ധരിക്കുകയും രക്ഷയുടെ പ്രത്യാശ ഒരു ഹെൽമെറ്റായി ധരിക്കുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രതിരോധിക്കാൻ, ചേർത്ത് നിൽക്കാൻ. ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ ആരെങ്കിലും ഒരു ആത്മീയ ഉറക്കത്തിലാണെങ്കിൽ, മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ എന്ന് പറഞ്ഞാൽ ഇരുളിന്റെ മക്കൾ കാണിക്കുന്ന, ജീവിക്കുന്ന, അല്ലാതെ നിങ്ങൾ നോർമൽ ആൾക്കാർ ഉറങ്ങുന്ന പോലെ ഉറങ്ങാന്നല്ല അർത്ഥം. നിങ്ങൾ മറ്റുള്ളവരെ പോലെ കിടന്ന് ഉറങ്ങല്ല എന്നല്ല അർത്ഥം. നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങിയേ പറ്റൂ. നമ്മുടെ ശരീരത്തിന് വേണ്ട റെസ്റ്റ് നമ്മൾ എടുത്തേ പറ്റൂ. പക്ഷെ ആ ഉറക്കമല്ല അപകടം. അങ്ങനെ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ കർത്താവ് വരുന്നതല്ല അപകടം. അതുകൊണ്ടല്ലേ പറഞ്ഞ രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. ഉറങ്ങിയോണ്ട് ഒരാളെ എടുത്തില്ലെന്നല്ല. അപ്പൊ ഇന്ന് രാത്രി ആ മെസ്സേജ് പറഞ്ഞങ്ങ് കൺക്ലൂഡ് ചെയ്യാം. രാത്രിയിലെ ഉറക്കമല്ല അപകടം. പിന്നെയോ രാത്രിയിൽ ആത്മീയമായി ഉറങ്ങുന്നവൻ ഉണർന്ന് രാത്രി ഇരുന്നാലും ശരി, ഉറങ്ങിക്കിടന്നാലും പ്രയോജനമില്ല. പക്ഷെ ആത്മീയമായി സുബോധമുള്ളവൻ, ആത്മീയമായി ചെറുത്ത് നിൽക്കുന്നവൻ, ആത്മീയമായി ക്രിയാത്മകമായിരിക്കുന്നവൻ, ആത്മീയമായി വികാരഭരിതനായി ആത്മീയത്തിൽ നിലകൊള്ളുന്നവൻ, നിർവികാരനല്ല, നിഷ്ക്രിയനല്ല, കർത്താവിനോട് നിൽക്കുന്നവൻ എത്ര കൂർക്കം വലിച്ച് രാത്രി ഉറങ്ങിയാലും കാഹളം ധ്വനിക്കുമ്പോൾ തന്റെ ആത്മാവിനാൽ അവൻ രൂപാന്തരപ്പെട്ടിരിക്കും. അല്ലാത്തവൻ അന്നേരം ഉണർന്ന് ചായ കുടിക്കാൻ അടുക്കളയിൽ പോയിരുന്നാലും അവൻ അന്നേരം അത് എനിക്ക് ഉറക്കമേ ഇല്ല, ഇപ്പൊ എനിക്ക് രാത്രി ഉറക്കമെന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കണ്ട അങ്ങനെ എടുക്കപ്പെടുമെന്ന്. അങ്ങനെ രാത്രി ഉറക്കമില്ലാത്തവനെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. പിന്നെയോ ആത്മീയമായി ഉറങ്ങാത്തവനെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നത്. കിടന്നാൽ ഉറക്കം വരാത്തവനെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. പിന്നെയോ അതെ, കിടങ്ങുമ്പോൾ അപ്പം തന്നെ ഉറങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ പകലിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ മക്കളായി, അതെ, നിർവികാരരാകാതെ, നിഷ്ക്രിയരാകാതെ, ആലസ്യമുള്ളവരാകാതെ, ആത്മീയ കാര്യങ്ങളോട് ഉത്സാഹമില്ലാത്തവരായി ജീവിക്കാതെ ഉത്സാഹത്തോടെ, അതെ, ക്രിയാത്മകമായി, അതെ, വികാരഭരിതമായി കർത്താവിന് വേണ്ടി വീറോടെ നിൽക്കുന്നവൻ അവൻ ഉറങ്ങിക്കോട്ടെ, ഉണർന്നിരുന്നോട്ടെ, അവരെ ചേർപ്പാനാണ് കർത്താവ്. തുടർന്ന് നമ്മൾ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവക്രോധത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതിന് നന്ദി പറയാം. ദൈവക്രോധം മാറിപ്പോയിട്ടില്ല. ദൈവക്രോധം നമ്മളാണ് മാറിപ്പോയിരിക്കുന്നത്. കൃപയാൽ, വിശ്വാസത്താൽ, ക്രിസ്തുയേശുവിനാൽ, ബൈ ക്രൈസ്റ്റ് അലോൺ, by faith alone, by grace alone. എല്ലാവരും പറഞ്ഞാട്ടെ, ക്രിസ്തുയേശു മുഖാന്തരം, കൃപ മുഖാന്തരം, വിശ്വാസം മുഖാന്തരം. വീണ്ടും പറയാം, ക്രിസ്തുയേശു മുഖാന്തരം, കൃപ മുഖാന്തരം, വിശ്വാസ മുഖാന്തരം ഞങ്ങൾ ക്രോധത്തിൽ നിന്ന് മാറിയിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്കൊരു അപകട മേഖലയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇരുളിന്റെ മക്കളെ പോലെ ഞങ്ങൾ ജീവിച്ചാൽ, ഉറങ്ങിപ്പോയാൽ, ഞങ്ങൾ രാത്രി ജീവിക്കുന്നവരെ പോലെ ജീവിച്ചാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അതേ ഇപ്രകാരം കടന്നു ഈ ആത്മീയ ഉറക്കം വന്നാൽ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവക്രോധം ഞങ്ങളെ രക്ഷിച്ചതിനായി നന്ദി. എന്നാൽ ആത്മീയ ഉറക്കത്തിന്റെ അടിമകളായി തീർന്നിട്ട് നിർവികാരരായി, നിഷ്ക്രിയരായി, ആലസ്യമുള്ളവരായി, താല്പര്യമില്ലാത്തവരായി, ലോകത്തിനോട് ചേർത്ത് നിൽക്കാൻ ഒന്നും, വിശ്വാസവും സ്നേഹവും രക്ഷയുടെ പ്രത്യാശ ഒന്നും ഉപയോഗിക്കാതെ, ലോകത്തിന് മുമ്പിൽ ഒരു ബ്രസ്റ്റ് പ്ലേറ്റും ഒരു ഹെൽമെറ്റും ധരിക്കാതെ, അതായത് ഒരു ഹെൽമെറ്റ് ധരിക്കാതെ ഒരു ടൂ വീലർ യാത്ര ചെയ്യുന്ന പോലെ, ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒരു 4 വീലർ യാത്ര ചെയ്യുന്ന പോലെ, ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ഡിഫെൻസീവ് മെക്കാനിസം, പ്രതിരോധമായ മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഒരു ദൈവവൈതൽ യാത്ര ചെയ്താൽ ആ യാത്ര വലിയ അപകടത്തിലേക്കായിരിക്കും, തകർന്നു പോകും, ദൈവക്രോധത്തിന് ഇരയായിത്തീരും. അതിനിടവരാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. വചനങ്ങളാൽ ദൈവം നമ്മെ